തീർച്ചയായിട്ടും അലൈവ് 3.0 നമ്മുടെ വിദ്യാർത്ഥികളുടെ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് കൈയെത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്ന പദ്ധതിയായി മാറും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസപരമായ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഒരു MLA എന്നതിൻ്റെ ഭാഗത്തുള്ള. ഒന്ന്, ടെക്നോളജിയെ മാസ്റ്റർ ചെയ്യണം. രണ്ട്, നല്ല ശക്തമായ സ്ട്രോങ് വിൽ പവർ ഉണ്ടാക്കണം. മൂന്ന്, ലോകത്തെ കോൺഫിഡൻസോടുകൂടി സമീപിക്കുക. നമ്മളെ വളർത്തി വലുതാക്കിയ പാരൻസിനോട് നമ്മൾ വേറെ എന്ത് ചെയ്തു കൊടുത്തില്ലെങ്കിലും നമ്മൾ അവരെ അങ്ങനെ ദ്രോഹിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അത് എഞ്ചിനീയർ ആയിട്ടോ ഡോക്ടറായിട്ടോ IAS ആയിരുന്നിട്ടോ ഒന്നുമല്ല അവർ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഹാപ്പി ആണെങ്കിൽ ദേ വിൽ ബി ഹാപ്പി. ബസ്സുകളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഒരു ഔദാര്യമായി നൽകുന്ന കാര്യമായിട്ടാണ് STA എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. 100% പറയുന്നു, ഞാൻ ആവർത്തിക്കുന്നു, ഇത് ഔദാര്യമല്ല, വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, ജനപ്രതിനിധി ഞങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കും. നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ് അതുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഈ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റും. സാറിന്റെ ജീവിത വിജയത്തെ കുറിച്ച് 2 വാക്കൊന്ന് പറയാമോ? സ്കൂളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ ആണ് ഏറ്റവും പ്രധാനം. അത് നിങ്ങൾക്ക് നന്നായി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചാൽ ജീവിതകാലം മുഴുവൻ അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും.